ഹലോ, അപ്പോൾ ഈ ഒരു വീഡിയോ നോമ്പിൻ്റെ കുറച്ച് മുന്നേ ആയിട്ട് ഉപ്പ വന്ന സമയത്ത് ഞങ്ങളൊരു ട്രിപ്പ് പോയ വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്ഥലം എവിടെയാണെന്നുള്ളത് ഞാൻ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു മാർക്കറ്റ് സിറ്റിയിലാണ്. കുറേ നാളായിട്ട് വിചാരിക്കണം അവിടെ പോകണം എന്നുള്ളത് കേട്ടോ. അങ്ങനെ ഫൈനലി അന്നാണ് ഞങ്ങൾ പോയത് കേട്ടോ. പോയത് വൻ കോമഡി ആയിരുന്നു. അന്ന് സ്ത്രീ ജനങ്ങൾക്ക് പള്ളീൻ്റെ ഉള്ളിൽ പ്രവേശനം ഇല്ലായിരുന്നു. ആദ്യം കേട്ടപ്പോൾ കുറച്ച് വിഷമക്കായി, പിന്നെ സാരില്ല, പിന്നെ അവിടെ നിന്ന് അതൊക്കെ മാറ്റി ഞങ്ങൾ തിരിച്ച് വീണ്ടും യാത്ര തുടർന്നു കേട്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ചുരത്തുമ്പിലെത്തിയപ്പോൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയാണെങ്കിൽ നല്ല അടിപൊളി ക്ലൈമറ്റും കാറ്റും തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ചും അതൊക്കെ നോക്കിയിട്ട് അവിടെ അങ്ങനെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് കാടമുട്ട ഫ്രൈ ആണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ അതങ്ങോട്ട് പോന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അതും ചായയും കൂട്ടിയിട്ട് ഞങ്ങൾ കുറച്ചേരം അവിടെ തന്നെ ഇരുന്ന് അടിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞത് നേരെ ഞങ്ങൾ വണ്ടി വിട്ടു. നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് വയനാടാണ് കേട്ടോ. കുറേ തവണ വയനാട് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലം അറിയണതും കാണുന്നതും പോണതും കേട്ടോ. ഉപ്പ ടിക്കറ്റൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലൊക്കെ കയറിപ്പോയിട്ടോ. അതിൻ്റെ ഉള്ളിൽ കയറിപ്പോയപ്പോഴാണ് അയാൾ ക്ലാസ് എടുത്ത് തരണം അതിനായിരുന്നു ഓരോന്നും പറഞ്ഞത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത് ഈ ഒരു റിസോർട്ടിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ വന്നിട്ട്. അങ്ങനെ റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിരുന്നു. നല്ല അടിപൊളിയായിട്ട് തണ്ണിമത്തൻ്റെ ജ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കുടിച്ച് നല്ല റീഫ്രഷിംഗ് ആയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു റിഫ്രഷിംഗ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ റിസോർട്ടൊക്കെ കാണാൻ വിചാരിച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന റിസോർട്ടാണ് വൈത്തിരി ഹോളിഡേ റിസോർട്ട് കേട്ടോ. അടിപൊളി റിസോർട്ടാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം വലിയ പൂൾ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ചാടാം എന്നുള്ള പ്ലാനൊക്കെ ഇട്ടിട്ടാണ് ഞങ്ങൾ ഇരുന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ചാടാൻ പോയപ്പോൾ അതിനകത്ത് ഇല്ലാത്ത ആൾക്കാരില്ലേനും സാരമില്ല എങ്കിലും സ്ഥലമൊക്കെ ഉണ്ടാക്കി ഞങ്ങൾ ചാടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നൈറ്റിൽ ക്യാമ്പ് ഫയർ നടക്കുന്ന ഒരു വലിയ സ്പേസാണ് കേട്ടോ ഇത്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അത്യാവശ്യം ആൾക്കാർക്ക് നിൽക്കാനും പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. മൊത്തത്തിലൊരു പച്ചപ്പും ഹരിതാപയും ആയിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണിന് നല്ല കുളിർമ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു പാലുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അടിയിൽ കൂടെ കുറച്ച് വെള്ളം കൊണ്ടൊരു അരുവി തോടോ എന്തോ ഒന്ന് പോകണുണ്ടായിരുന്നു കേട്ടോ. സാരമില്ല എങ്കിലും കുഴപ്പമില്ല, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് കുറേ വണ്ടി വിട്ട് നേരെ പോകുന്നത് കുട്ടികളുടെ പാർക്കിലോട്ടാണ് കേട്ടോ. അത്യാവശ്യം വേണ്ടിയിട്ട് കുട്ടികളെ പറ്റിക്കാൻ പറ്റിയ കുറേ സാധനങ്ങൾ അവർക്കും വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവർക്ക് വിഷമാവുമല്ലോ. അതുകൊണ്ട് തന്നെ അവർക്ക് കളിക്കാൻ പറ്റുന്ന ഒരുവിധ സാധനങ്ങളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് അവരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഈവനിങ്ങിൽ ചായ കുടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ചായയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മോന് തണ്ണിമത്തൻ്റെ ജ്യൂസാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവൻ എവിടെ പോയാലും തണ്ണിമത്തൻ്റെ ജ്യൂസാണ്. അങ്ങനെ അത് കുടിച്ചിട്ട് കുറച്ച് നേരം അവിടെ ചില്ലൗട്ട് ചെയ്തിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പിന്നെ റൂമിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് രാത്രി ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇറങ്ങിയ സമയമായപ്പോഴേക്കും ക്യാമ്പ് ഫയർ ഒക്കെ എപ്പോഴോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് പിന്നെ നോക്കി അങ്ങനെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞങ്ങളെ കൂടാതെ തന്നെ വേറെ 2-3 ഫാമിലീസൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് ആൾക്കാർക്ക് കുറവൊന്നും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ അവരെ കൂടെ ഒക്കെ കൂടി അടിച്ച് പൊളിച്ച് ഡാൻസും പാട്ടൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം അടിച്ച് പൊളിച്ച് അങ്ങനെ ഇരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് കണ്ട് വീണ്ടും വന്നപ്പം അവരുടെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ചേരം കൂടെ അവിടെ നോക്കിയിരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ തന്നെ ഞങ്ങൾ ഇരുന്നു കേട്ടോ. അവരുടെ ഡാൻസും പാട്ടൊക്കെ കണ്ട് പിന്നെ മോൻ കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നേരെ റൂമിൽ പോയി കിടന്നുറങ്ങിയിട്ട്. അപ്പോൾ അടുത്ത വീട്ടിൽ